നമസ്കാരം എല്ലാവർക്കും, വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാരോ. ഓക്കെ, നമ്മളിന്ന് റിലേഷൻഷിപ്പ് റീഡിങ് എടുക്കാം. ഓക്കെ, സോറി. ഇന്നത്തെ ക്വസ്റ്റ്യൻ ഇന്ന് നോക്കാൻ പോകുന്നത് നിങ്ങളുടെ പേഴ്സണിന് ശരിക്കും ഈ റിലേഷൻഷിപ്പിൽ എന്താണ് അവരുടെ ഇൻറ്റൻഷൻ, അവർക്ക് എന്താണ് ഈ റിലേഷൻഷിപ്പിൽ വേണ്ടത്, എന്താണ് അവർ ആഗ്രഹിക്കുന്നത്, അതായത് ഇതിൽ മുന്നോട്ട് അവരെന്താ കാണുന്നത് നമുക്കൊന്ന് നോക്കാം. അവരുടെ ഇൻറ്റൻഷൻ എന്താണ്, അവർക്ക് ഈ ബന്ധത്തിൽ എന്താണ് വേണ്ടത് എന്നുള്ളത് നോക്കാം. അവരുടെ ഫീലിങ്സും എടുക്കും ഞാൻ, ആൻഡ് അവരുടെ ഇൻറ്റൻഷൻ എന്താ നോക്കാം. ഫീലിങ്സ് ആദ്യം, ലെറ്റ്സ് സീ പേഴ്സൻ്റെ ഫീലിങ്സ്. ഓക്കെ, 6 of Wands, 2 of Swords, ഫുൾ കാർഡ്, 3 of Wands ഉണ്ട് ഇവിടെ. ഓക്കെ, സോ ഇവിടെ നിങ്ങളുടെ പേഴ്സൺ തീർച്ചയായിട്ടും ആക്ച്വലി നിങ്ങളുമായിട്ട് ഒരു റിലേഷൻഷിപ്പിൻ്റെ സക്സസ് ആണ് ആഗ്രഹിക്കുന്നത്. അതായത് റിലേഷൻഷിപ്പിൽ ഒരു പറ്റുന്നവർക്ക് അഗൈൻ എല്ലാവരും അറിഞ്ഞുകൊണ്ട് സ്വീകരിക്കുക എന്ന രീതിയിലായിരിക്കാം, അല്ലെങ്കിൽ ഇതിനൊരു റെക്കഗ്നീഷൻ കൊടുക്കണം എന്ന രീതിയിലാണ്. റെക്കഗ്നീഷൻ എന്ന് പറയുമ്പോൾ തന്നെ അതായത് നിങ്ങളുടെ ഈ ഒരു ബന്ധത്തിന് നമ്മൾ പറയില്ലേ ഒരു വാലിഡേഷൻ കൊടുക്കുന്ന പോലെ, ആൻഡ് മേ ബി മറ്റുള്ളവർ അറിഞ്ഞുകൊണ്ട് എന്ന രീതിക്കായിരിക്കാം, അല്ലെങ്കിൽ ഈ റിലേഷൻഷിപ്പ് അവർക്കൊരു സാറ്റിസ്ഫൈഡ് ആയിട്ട് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണം എന്ന രീതിയിലാണ് ചിന്തിക്കുന്നത്. പക്ഷേ ഇവിടെ അഗൈൻ കൺഫ്യൂഷൻ കയറി വരുന്നുണ്ട്. ഓക്കെ, അവരുടെ ഫീലിങ്സിൽ ഇപ്പോൾ ആക്ച്വലി അവർക്ക് അതിൻ്റെ സക്സസ് ആണ് ആഗ്രഹിക്കുന്നത്, ആൻഡ് ബട്ട് അവരുടെ മനസ്സിപ്പോൾ കൺഫ്യൂസ്ഡ് ആണ്. ഫീലിങ്സിൽ ഇപ്പോൾ അവർ ഒരു എന്താ പറയുക, ഒരു തീരുമാനം എടുക്കാൻ പറ്റാതെ നിൽക്കുന്ന രീതിയിലാണ് കാണുന്നത്. ഫുൾ കാർഡ് ഉണ്ട്, സോ ഒരു ന്യൂ ബിഗിനിങ് ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, മേ ബി നിങ്ങൾ തമ്മിൽ സെപ്പറേഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ റിലേഷൻഷിപ്പിൽ ചെറിയ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഉണ്ടാവാം, ബട്ട് അവരതിനെ സോൾവ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. ബട്ട് എവിടെയോ ഒരു മൈൻഡ് കൺഫ്യൂസ്ഡ് എന്ന രീതിക്കാണ് എനിക്ക് കാണുന്നത്. ഇവിടെ 3 of Wands ഉണ്ട്, സോ യെസ് പ്ലാനിങ് ഉണ്ട്. തീർച്ചയായിട്ടും ഫ്യൂച്ചറിലേക്ക് നിങ്ങളെ കാണുന്നുണ്ട് അവർ. ഓക്കെ, അവരെ കൂടെ നിങ്ങൾ, അതായത് ഫ്യൂച്ചർ നിങ്ങൾ തമ്മിൽ എന്താവും എന്ന രീതിക്കൊക്കെയാണ് അവരുടെ ഫീലിംഗ്. വീൽ ഓഫ് ഫോർച്യൂണും ഉണ്ട്, സോ തീർച്ചയായിട്ടും യെസ് അവർ നിങ്ങളെ അവരുടെ ഫ്യൂച്ചറിലേക്ക് നിങ്ങളെപ്പോഴും വേണം അവരുടെ കൂടെ എന്ന ചിന്ത തന്നെയാണ്. ബട്ട് എന്തുകൊണ്ടോ ഒരു കൺഫ്യൂഷൻ എനർജി ഉണ്ട് ഇവിടെ. മനസ്സൊരു തീരുമാനം എടുക്കാൻ പറ്റാതെ നിൽക്കുന്ന രീതിയിൽ ഒരു ചെറിയൊരു കൺഫ്യൂഷൻ കാണുന്നുണ്ട്. ബ്ലോക്കേജസ് ഉണ്ട് എന്ന് പറയാം. മേ ബി ഓക്കെ, 2 വ്യക്തികളായിരിക്കാം, ബിക്കോസ് നമ്മൾ തേർഡ് പാർട്ടി സിറ്റുവേഷൻ പറയും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങളായിരിക്കും, ലൈക്ക് അവരുടെ ലൈഫിൽ ഫാമിലി, ജോലി കാര്യങ്ങൾ എന്ത് തന്നെയായാലും. ഓക്കെ, സം കൺഫ്യൂഷൻ ഇവിടെ ഉണ്ട്. ഓക്കെ, അവരിപ്പോൾ നിങ്ങളെക്കുറിച്ച് എന്താ ഫീൽ ചെയ്യുന്ന ഒന്നുകൂടി ഫീലിങ്സ് കുറച്ചുകൂടി ഡീപ്പായിട്ട് നമുക്കൊന്ന്. ക്വീൻ ഓഫ് സോർഡ്സ് എനർജി, 4 of Cups. ഓക്കെ, സോറി, കിങ് ഓഫ് വാൻസ് ആൻഡ് 8 of Pentacles. ഓക്കെ, ആക്ച്വലി സി ഇവിടെ നിങ്ങളെ വളരെ സ്ട്രോങ് ആയിട്ടാണ് അപ്പോൾ അവർ കാണുന്നത്. ഓക്കെ, അതായത് നിങ്ങളെ അവർ കാണുന്നത് നിങ്ങൾ വളരെ ഒരു സ്ട്രോങ് പേഴ്സൺ ആയിട്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു സ്റ്റാൻഡ് എടുത്ത് നിൽക്കുന്ന രീതിയിലാണ് അവർ കാണുന്നത്. ലേഡീസ് ആണെന്ന് നിർബന്ധമില്ല കേട്ടോ, ലേഡീസ് ജെൻസ് ഒക്കെ നിങ്ങൾ മാറ്റി എടുക്കുക. ഇവിടെ നിങ്ങൾ വളരെ സ്ട്രേറ്റ് ഫോർവേഡ് ആയിട്ടുള്ള വ്യക്തിയാണ്, നിങ്ങൾ വളരെ സ്ട്രോങ് ആണ്, അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് വേണ്ടത് എന്തെങ്കിലും നിങ്ങൾ പറഞ്ഞു കാണാം. ഓക്കെ, അതായത് എനിക്ക് ഇന്ന രീതിയിലാണ് വേണ്ടത് എന്ന് ചിലപ്പോൾ നിങ്ങൾ സ്ട്രേറ്റ് ഫോർവേഡ് ആയിട്ട് പറഞ്ഞു കാണാം, അതായിരിക്കാം. ഓക്കെ, ബട്ട് എവിടെയോ ഒരു ലേശം നിങ്ങൾ ഇത്തിരി സ്ട്രിക്റ്റ് ആണ് എന്നുള്ള രീതിയിൽ അവരുടെ മനസ്സിലുണ്ട്. ബട്ട് ആൻഡ് നിങ്ങളുടെ അടുത്തേക്ക് ഇനി വരുമ്പോൾ ഓക്കെ, ഐ തിങ്ക് അവർ എന്താണെന്ന് വെച്ചാൽ ഇവിടെ അവർക്ക് തോന്നുന്നത് നിങ്ങളുടെ അടുത്ത് ഇനി എന്തെങ്കിലും വല്ല ഉടായ്പ പറഞ്ഞു വന്നാൽ ഒന്നും ശരിയാവില്ല എന്നാണ് അവർ ചിന്തിക്കുന്നത്. ഓക്കെ, അതായത് ഇവിടെ ഒരു പേജ് ഓഫ് കപ്സ് എനർജി ഉണ്ടായിരുന്നു നേരത്തെ, ഓക്കെ കാണില്ല. ഓക്കെ, സോ എനിക്ക് ഫീൽ ചെയ്തത്, അതായത് അവർ ഒരു വെറുതെ ഒരു സംസാരം അല്ലെങ്കിൽ വെറുതെ ഒരു റിലേഷൻഷിപ്പിൻ്റെ രീതിയിൽ വന്നാൽ നിങ്ങൾ സ്വീകരിക്കില്ലേ ഇപ്പോൾ. ഓക്കെ, അങ്ങനെ ഒരു എനർജിയിലാണ് നിങ്ങൾ നിൽക്കുന്നത്. നിങ്ങളിപ്പോൾ വളരെ ഒരു സ്ട്രോങ് എനർജിയിൽ നിൽക്കുന്ന പോലെയാണ്. നിങ്ങൾക്കറിയാം നിങ്ങൾക്ക് എന്താ വേണ്ടത് എന്നുള്ളത്, ആൻഡ് നിങ്ങൾ അതിൽ കുറഞ്ഞൊന്നും സ്വീകരിക്കാൻ നിങ്ങൾ തയ്യാറല്ല. ഓക്കെ, ആൻഡ് ഇവിടെ നിങ്ങൾ അവർ എന്തെങ്കിലും വെറുതെ സമാധാനിപ്പിക്കാനൊക്കെ വന്നാലും നിങ്ങൾ അതിന് തയ്യാറല്ല. നിങ്ങൾക്ക് ക്ലാരിറ്റി വേണം, നിങ്ങൾക്കൊരു ട്രൂത്ത്ഫുൾനെസ് വേണം, അല്ലെങ്കിൽ ഒരു ഫെയ്ത്ത്ഫുൾനെസ് വേണം. നിങ്ങൾ ഈ ബന്ധത്തിൽ എന്താണ് നടക്കുന്നതെന്ന് വളരെ ക്ലിയർ ആയിരിക്കണം എന്ന രീതിയിലാണ് നിങ്ങളുടെ ഒരു സ്റ്റാൻഡ് ഇപ്പോൾ. ഓക്കെ, ആൻഡ് നിങ്ങൾ ലേശം പേടിയുണ്ടെന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, അതായത് അവരിപ്പോൾ നിങ്ങളുടെ അടുത്ത് വെറുതെ ചുമ്മാ കളിക്കുന്ന രീതിയിൽ വന്നാൽ നിങ്ങൾ സ്വീകരിക്കില്ല. ഓക്കെ, നിങ്ങൾക്കത് പോരാ എന്നുള്ളത് അവർക്കറിയാം. നിങ്ങളിപ്പോൾ ചോദ്യങ്ങൾ ചോദിക്കും, നിങ്ങൾക്ക് ആൻസേഴ്സ് വേണം, അങ്ങനെയാണ് ഇപ്പോൾ നിങ്ങൾ നിൽക്കുന്നത്, ആ ഒരു സ്റ്റാൻഡിലാണ്. സോ അത് നല്ലൊരു എനർജിയാണ്, അങ്ങനെ തന്നെയാണ് വേണ്ടതും. ഓക്കെ, ഒരല്പം അവർക്കൊരു പേടി പിടിച്ച പോലെ ഉണ്ട് ചെറുതായിട്ട്. ഓക്കെ, നിങ്ങൾക്കിപ്പോൾ ഒന്നിനെയും ആക്ച്വലി നിങ്ങൾക്കിപ്പോൾ ഒന്നിനെയും പേടിയില്ല, നിങ്ങൾക്കിപ്പോൾ അവർ വിട്ടുപോകുന്നുള്ള പേടിയില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ റിലേഷൻഷിപ്പിൽ എന്താ വേണ്ടതെന്ന് നിങ്ങൾക്കറിയാം. അതില്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ട എന്ന രീതിക്കായിരിക്കും. ഇവിടെ വളരെ ഒരു പ്രൗഡിയോടെ നിൽക്കുന്ന ഒരു പേഴ്സണാണ് എനിക്ക് കാണുന്നത്. സോ നിങ്ങൾ ഐ തിങ്ക് വളരെ ഇപ്പോൾ മെച്ചുവേർഡായിട്ട് കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യുന്നുണ്ട്, വളരെ ബോൾഡായിട്ട് നിൽക്കുന്നുണ്ട്.
ആൻഡ് അവർ എനർജി കിങ് ഓഫ് വോൺസ് എനർജി. സോ ഈ ആക്ഷൻ്റെ എനർജി ഉണ്ട് ഇവിടെ. ഓക്കെ, അവർക്ക് അറിയാം ദാറ്റ് ഇനി അവർ ആക്ഷൻ എടുക്കുകയാണെങ്കിൽ പ്രോപ്പറായിട്ട് അവരുടെ ഭാഗത്തു നിന്നുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് വേണം. കാരണം ഇവിടെ 8 ഓഫ് പെന്റിക്കിൾസും ഉണ്ട്. സോ 8 ഓഫ് പെന്റിക്കിൾസ് പറയുന്നത് നമ്മളൊരു റിലേഷൻഷിപ്പിൽ എഫർട്ട് ഇടുക എന്നുള്ള രീതിയിലാണ്. സോ അവർ അവർക്ക് അറിയാം ദാറ്റ് ഇനി നിങ്ങളുടെ അടുത്ത് വരികയാണെങ്കിൽ പ്രോപ്പറായിട്ടുള്ള എഫേർട്ട് വേണം. ഇല്ലാതെ നിങ്ങൾ ചുമ്മാ ഒരു ഒരു ചെറിയ കപ്പ് കൊണ്ടും തന്നാലൊന്നും നിങ്ങൾക്ക് സാറ്റിസ്ഫൈഡ് ആവില്ല. നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് സമയം, എനർജി എല്ലാം നിങ്ങൾക്ക് തരാൻ തയ്യാറായാൽ, നിങ്ങൾക്ക് പ്രയോറിറ്റി തരിക, അങ്ങനെയുള്ള കാര്യങ്ങൾ അവർ ചെയ്താൽ മാത്രമേ നിങ്ങൾ സ്വീകരിക്കുള്ളൂ എന്ന രീതിയിൽ അവർ മനസ്സിലാക്കുന്നുണ്ട്. ഓക്കെ, അതിനിവിടെ 9 ഓഫ് കപ്സ് ഉണ്ട്. നിങ്ങൾ അവരെ വിഷ് തന്നെയാണ്. ഓക്കെ, നിങ്ങൾ ശരിക്കും നിങ്ങളുമായിട്ട് ലവേഴ്സ് എനർജി ഉണ്ട്. വെരി നൈസ്. ആക്ച്വലി അവർ മനസ്സിൽ നിങ്ങൾക്ക് തന്നെയാണ് സ്ഥാനം, യാതൊരു ഡൗട്ടും ഇല്ല. നിങ്ങൾ അവരൊരു വിഷ് ഫുൾഫിൽമെൻ്റ് ആണെന്ന് പറയാം. അതിനിവിടെ ലവേഴ്സ് എനർജി അഗൈൻ പറയുന്നത് നിങ്ങളെയാണ് അവർ ചൂസ് ചെയ്യുന്നത്. നിങ്ങൾ അവരുടെ ലൈഫിൽ ഒരു ലൈക്ക് സോൾ കണക്ഷൻ, പാർട്ട്ണർഷിപ്പ് എന്ന രീതിക്ക് തന്നെയാണ് കാണുന്നത്. ബട്ട് മേ ബി നിങ്ങൾ തമ്മിൽ ചില പ്രോബ്ലംസ് വന്നിട്ടുണ്ടാവാം. സോ അതുകൊണ്ടൊരു ഡിസിഷൻ എടുക്കാനുള്ള ചെറിയ കൺഫ്യൂഷൻ കാണുന്നുണ്ട്. കാരണം അവർ വരികയാണെങ്കിൽ ഇനി പ്രോപ്പറായിട്ട് വരണം, അതാണ്. ഓക്കെ, അല്ലാതെ ഇങ്ങനെ ഒരു കളി തമാശ തരത്തിൽ നിങ്ങൾ ആക്സെപ്റ്റ് ചെയ്യില്ല. വെറുതെ വരിക പോവുക, യു വോണ്ട്, നിങ്ങളിനി അങ്ങനത്തെ ഒന്നും എൻ്റർടൈൻ ചെയ്യില്ല. ഓക്കെ, അവരുടെ ഇൻറ്റൻഷൻ എന്താ നോക്കാം. അവരിതിൽ നെക്സ്റ്റ് അവർക്ക് എന്താണ് ഇവിടെ, അവർക്ക് എന്താ വേണ്ടത്, അല്ലെങ്കിൽ അവരെന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, രണ്ടും നോക്കാം. അവരുടെ ഇൻറ്റൻഷൻ എന്താണ്. ദേ വിൽ, ഓക്കെ, പേജ് ഓഫ് വൺസ് ആൻഡ് 9 ഓഫ് വൺസ്. പേടികളാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ടവർ. ഇവിടെ എനിക്ക് കാണുന്നത് അവർ ആക്ച്വലി ഒന്നും ഫേസ് ചെയ്യാൻ ഇപ്പോൾ തയ്യാറല്ല. അവർക്ക് അറിയാം ദറ്റ് എന്താ വേണ്ടത്, എന്താണെന്നുള്ളതെല്ലാം അറിയാം. പക്ഷെ ഇപ്പോൾ അവരുടെ ഉള്ളിൽ ചില പേടികളാണ് എനിക്ക് കാണുന്നത്. ഫിയേഴ്സ് അവരെ സ്റ്റോപ്പ് ചെയ്യുന്ന രീതിക്കാണ് എനിക്ക് കാണുന്നത്. ഓക്കെ, ഇൻറ്റൻഷൻ അവർക്ക് ശരിക്കും പറഞ്ഞാൽ നിങ്ങളുമായിട്ട് ഒരു കണക്ഷൻ മെയിൻറ്റെയിൻ ചെയ്യാൻ എന്തായാലും ആഗ്രഹമുണ്ട്. പേജ് ഓഫ് വൺസ് എനർജിയാണ്. പക്ഷേ ടവർ കാർഡും ഉണ്ടായിരുന്നു ഇവിടെ. അവർ നിങ്ങൾ തമ്മിൽ ബ്രേക്കപ്പ് വല്ലതും ഉണ്ടോ? മേ ബി അങ്ങനെയും ആവാം. ഓക്കെ, ലെറ്റ്സ് സീ അവരുടെ ഇൻറ്റൻഷൻ വൈസ്. ഡെവിൾ എന്തിനാണ് ഇവിടെ? പേജ് ഓഫ് വൺസ് എന്തിനാണ്? ഓക്കെ, ഓക്കെ, സോ ഓക്കെ, അവർ ഐ തിങ്ക് ഇവിടെ തേർഡ് പാർട്ടി എനർജി ഉണ്ട് എനിക്ക്. ഞങ്ങളുടെ ഇടയിൽ ഒരു ലൈക്ക് തടസ്സമുണ്ട് തീർച്ചയായിട്ടും. ഓക്കെ, അപ്പോൾ അവരുടെ ഇൻറ്റൻഷൻ, അതായത് അവരെ ആഗ്രഹം എന്ന രീതിക്ക് നമ്മൾ പറഞ്ഞു നോക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ മുന്നോട്ട് എന്താ വേണ്ടതെന്ന് നോക്കുകയാണെങ്കിൽ തടസ്സങ്ങളുണ്ട്. ഓക്കെ, അവർക്ക് നിങ്ങളെ അവരുടെ ലൈഫിൽ വേണം, തീർച്ചയായിട്ടും വേണം. പക്ഷെ അവർ ഒരു ഡെവിൾ എനർജിയിൽ പെട്ട് നിൽക്കുന്ന പോലെയാണ്. 6 ഓഫ് കപ്സും ഉണ്ട്. സോ നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട്. യെസ്, തീർച്ചയായിട്ടും ഉണ്ട്. അത് മാത്രമല്ല, പക്ഷേ ഐ തിങ്ക് ഫാമിലി കാര്യങ്ങൾ എന്ന രീതിക്കായിരിക്കാം, അല്ലെങ്കിൽ ഒരു നൊസ്റ്റാൾജിയിൽ ഇരിക്കുന്ന പോലെയും പറയാം. നിങ്ങളോട് കണക്ട് ചെയ്യാൻ അവർക്ക് ആഗ്രഹമുണ്ട്. ഓക്കെ, പക്ഷേ തടസ്സങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ അവരൊരു തീരുമാനം എടുക്കുന്നില്ല. സത്യം പറഞ്ഞാൽ യെസ്. ഓക്കെ, അഗൈൻ എനിക്ക് ഒരുപാട് കാർഡ്സിനെ മറക്കേണ്ടി വരുന്നു. ഓക്കെ, അഗൈൻ ആ തീരുമാനം എടുക്കാത്ത കാര്യം ഞാൻ പറഞ്ഞല്ലോ. അവർ അഗൈൻ ഇൻറ്റൻഷനിലും എനിക്ക് അത് തന്നെയാണ് കാണുന്നത്. അവർക്ക് ഡിസിഷൻ എടുക്കാൻ പറ്റുന്നില്ല. ഓക്കെ, അവർക്ക് ചോയ്സ് എന്ന രീതിക്ക്, അതായത് 2 പേരെ ചോയ്സ് എന്നുള്ള രീതിയിൽ കാണുന്നുണ്ട്. സോ തേർഡ് പാർട്ടി ഉണ്ട്. ഓക്കെ, തേർഡ് പാർട്ടി ഉണ്ടെങ്കിൽ അവർ നിങ്ങളുടെ അടുത്തൊരു ബൗണ്ടറി വെച്ച് നിൽക്കുന്ന രീതിയിലാണ് കാണുന്നത്. തിരിച്ചു അവർ നിങ്ങളുടെ അടുത്ത് കൂടുതൽ റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോയാലും ഓക്കെ, ഒരു ബൗണ്ടറി ഉണ്ടാവും അവിടെ. ഓക്കെ, അവരുടെ ഭാഗത്തുനിന്ന് ഒരു ചെറിയൊരു ഡിസ്റ്റൻസ് എപ്പോഴും ഉണ്ടാവും, മെയിൻറ്റെയിൻ ചെയ്യുന്ന രീതിയിലാണ് എനിക്ക് കാണുന്നത്. അവർക്ക് വേണമെന്നുണ്ട്, തീർച്ചയായിട്ടും ആഗ്രഹമുണ്ട്. പക്ഷേ ക്വീൻ ഓഫ് പെന്റിക്കിൾസ് എനർജിയാണ്. കാരണം അഗൈൻ ഞാൻ പറഞ്ഞ പോലെ നിങ്ങളോട് കമ്മിറ്റഡ് ആയിട്ട് നിൽക്കണം എന്നാണ് അവർ ആഗ്രഹിക്കുന്നത്. നിങ്ങളോട് കമ്മിറ്റ്മെൻറ്റ് വേണം, അല്ലെങ്കിൽ ഒരു അത്രയും ഒന്ന് നല്ല രീതിയിൽ മുന്നോട്ട് പോകണം എന്ന് തന്നെയാണ് ആഗ്രഹിക്കുന്നത്. പക്ഷേ അവർക്ക് ഫാമിലി, കുട്ടികൾ, അല്ലെങ്കിൽ ഈവൻ പാരൻസ് ആയിരിക്കാം. ഓക്കെ, പാരൻസിൻ്റെ തടസ്സമായിരിക്കാം, വേറെ എന്തെങ്കിലും കാര്യങ്ങളായിരിക്കാം. ഈവൻ അവരിപ്പോൾ ഡൈവേഴ്സ്ഡ് അങ്ങനെ വരുന്നതാണെങ്കിലും അവരൊരു എക്സ് ആയിരിക്കാം. ഒരുപാട് സിറ്റുവേഷൻസ് ആണ് അല്ലേ ഓരോരുത്തരുടെ ലൈഫിൽ. ഞാൻ എല്ലാം എനിക്കിവിടെ പറയാൻ ചിലപ്പോൾ സാധിക്കില്ല, ചിലപ്പോൾ മറന്നു വരും. ഓക്കെ, നിങ്ങൾ മനസ്സിലാക്കിക്കോളാം. ഓക്കെ, സോ സംതിങ് നിങ്ങളുടെ ഇടയിൽ ഒരു തടസ്സമുണ്ട് എന്ന രീതിയിലാണ്. ആൻഡ് അവർ അതുകൊണ്ട് തന്നെ എപ്പോഴും ഒരു ബൗണ്ടറി വെക്കുന്ന രീതിയിലാണ് കാണുന്നത്. ഓക്കെ, അവർക്ക് വേണം, ശരിക്കും വേണം. ആക്ച്വലി ഇവിടെ ഒബ്സഷൻ ഉണ്ട് എന്നും പറയാം. ഓക്കെ, നിങ്ങളോട് വളരെ നല്ലോണം കണക്റ്റഡ് ആണ് അവർ. അറ്റ് ദ സെയിം ടൈം നിങ്ങളെ ശരിക്കും ഒരു കമ്മിറ്റഡ് ആയിട്ട് വേണം എന്നും ആഗ്രഹിക്കുന്നുണ്ട്. അതാണ് അവരുടെ ഇൻറ്റൻഷൻ. പക്ഷേ അഗൈൻ ഈ രണ്ടും തമ്മിലുള്ള ആ ഒരു ഡിസ്റ്റൻസ് മെയിൻറ്റെയിൻ ചെയ്യുന്ന രീതിയിലും കാണുന്നുണ്ട്. ഒരു ബൗണ്ടറി വെച്ച് എപ്പോഴും നിൽക്കുന്ന പോലെയാണ്. ഓക്കെ, കാരണം അവർക്ക് ചില കാര്യങ്ങൾ തീരുമാനം എടുക്കാൻ ബുദ്ധിമുട്ടുണ്ട് എന്നുള്ളതാണ്. അതാണ് ഇപ്പോൾ നമ്മളിവിടെ ഫസ്റ്റ് തന്നെ കണ്ടത്. ഓക്കെ, ലാസ്റ്റ് അവരുടെ ഭാഗത്തുനിന്ന് നമുക്കൊരു Queen of Cups, beautiful. Oh my God. 3 of Pentacles, very nice, very nice. See, അവർക്ക് നിങ്ങളോട് ന്യായം ചെയ്യണമെന്ന് തന്നെയാണ് ആഗ്രഹം. ഒരു തരത്തിൽ നിങ്ങൾക്ക് ഡൗട്ടൊന്നും വേണ്ട. ഓക്കെ, അവർക്ക് നിങ്ങളുമായിട്ട് എഫേർട്ട് ഇട്ട് മുന്നോട്ട് കൊണ്ടുപോകണം തന്നെയാണ്, ഈ റിലേഷൻഷിപ്പ് വേണം എന്ന് തന്നെയാണ്. ബട്ട് അഗൈൻ തേർഡ് പാർട്ടി എനർജി വീണ്ടും വരുന്നുണ്ട്, ഓർത്തോളൂ. ഓക്കെ, ആൻഡ് ജസ്റ്റിസ് കാണുന്നുണ്ട്. സോ അഗൈൻ നിങ്ങളോട് ന്യായമായത് ചെയ്യണമെന്നുണ്ട്. നിങ്ങളോട് മാത്രമല്ല, പക്ഷെ അവരുടെ ലൈഫിലും എന്തെങ്കിലും വേറെ പ്രയോറിറ്റീസ് ഉണ്ടെങ്കിൽ അതിനും ന്യായം ചെയ്തുകൊണ്ട് ഈ ബന്ധം മെയിൻറ്റെയിൻ ചെയ്യണം എന്നാണ്. നിങ്ങൾ അവരുടെ മനസ്സിൽ പക്ഷേ ഒരു ക്വീൻ ഓഫ് കപ്സ് എനർജിയാണ്. നിങ്ങളാണ് ഏറ്റവും ലൈക്ക് നമ്മൾ പറയില്ല, ഒരു പ്രോമിനൻ്റ് ആയിട്ട്
നിൽക്കുന്നത്. നിങ്ങളുടെ സ്നേഹം, നിങ്ങളുടെ കൊടുത്ത കെയർ, കാര്യങ്ങൾ എല്ലാം അവർക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾക്ക് തരുന്ന സ്ഥാനം വളരെ വലുതാണ്. ഓക്കെ, പക്ഷേ സിറ്റുവേഷൻ ബേസ് ചെയ്തിട്ട് നിങ്ങളുമായിട്ട് ഒത്തുപോകാൻ തന്നെയാണ് അവർ ആഗ്രഹിക്കുന്നത്. പറ്റുന്നവർ യെസ്, അവർ ഫാമിലി എതിർത്തിട്ടായാലും ചിലപ്പോൾ നിങ്ങളെ സ്വീകരിക്കാൻ സാധിക്കുന്നവർ ചെയ്യും. ഓക്കെ, അങ്ങനെ ആഗ്രഹമുണ്ട്, അവരുടെ മനസ്സിൽ തീർച്ചയായിട്ടും ആഗ്രഹമുണ്ട്. പക്ഷെ അത് എത്ര പേർക്ക് എത്രത്തോളം പോസിബിൾ നിങ്ങൾ ആലോചിച്ചോളാം. ഓക്കെ, ആൻഡ് ഇവിടെ നിങ്ങളുമായിട്ട് മുന്നോട്ട് ശരിക്കും വളരെ പീസ്ഫുൾ ആയിട്ട് പോകണം എന്ന രീതിക്ക് തന്നെയാണ് ചിന്തിക്കുന്നത്. ഓക്കെ, നിങ്ങളുമായിട്ടൊരു കണക്ഷൻ തീർച്ചയായിട്ടും അവർ ന്യായം ചെയ്യണം എന്നുള്ളത് അവരുടെ ഉള്ളിലുണ്ട്. ഓക്കെ, ന്യായമായിട്ട് ചെയ്യണം എന്ന രീതിയിൽ തീർച്ചയായിട്ടും ഉണ്ട്. നിങ്ങളെ ഒരിക്കലും ചതിക്കുന്ന രീതിയിലൊന്നും നിങ്ങൾ കരുതണ്ട. ഓക്കെ, അങ്ങനെയൊന്നുമല്ല. ബട്ട് ഈ സിറ്റുവേഷൻ സാഹചര്യം അനുസരിച്ച് എന്താണെന്ന് വെച്ചാൽ ചിലവർക്ക് അത്ര വേഗം ഒരു തീരുമാനം എടുക്കാൻ സാധിക്കില്ല. ഓക്കെ, പലർക്കും സിറ്റുവേഷൻ അറിയാം, എനിക്കറിയാം കാര്യങ്ങളിലെന്ന് പറയില്ലേ, ബട്ട് അതിന് ആക്ഷൻ എടുക്കുന്നുണ്ടോ എന്നുള്ളതാണ്. ഓക്കെ, ആ ഒരു ആക്ഷൻ എടുക്കുന്ന കാര്യത്തിലാണ് ഒരു ലേശം ഡൗട്ട് വരുന്നത്. ബട്ട് അവരുടെ മനസ്സിൽ തീർച്ചയായിട്ടും അവർ നിങ്ങൾക്കൊരു സ്ഥാനം തരുന്നുണ്ട്. ഓക്കെ, നമുക്ക് കുറച്ച് അതിൽ നിന്ന് മെസ്സേജസ് കൂടി നോക്കിയേക്കാം. റെക്കഗ്നീഷൻ, യെസ്. ഓക്കെ, ട്രസ്റ്റ്, റീകിൻഡൽ, obstacles, yes, and guilt. Okay, ബോണ്ട്, ലവ് ബോണ്ട് ഗ്രോ സ്ട്രോങ്ങർ ഓവർ ടൈം എന്ന് പറയുന്നുണ്ട്. അതായത് നിങ്ങളുടെ ബോണ്ട് വളരെ സ്ട്രോങ് ആയിക്കൊണ്ടിരിക്കുകയാണ് മുന്നോട്ട് പോകുന്തോറും. ഓക്കെ, ഓരോ കാര്യങ്ങൾ നിങ്ങളുടെ ഇടയിൽ തടസ്സങ്ങളിടയ്ക്ക് വരിക, ഇടയ്ക്ക് സെപ്പറേഷൻ വരിക, ഇടയ്ക്ക് പ്രശ്നങ്ങൾ വരിക ഒക്കെ ചെയ്യുമ്പോൾ വീണ്ടും നിങ്ങൾ റീകണക്ട് ആകുമ്പോൾ ഓക്കെ നിങ്ങളുടെ ബോണ്ട് കൂടുതൽ സ്ട്രോങ് ആയിക്കൊണ്ടാണ് ഇരിക്കുന്നത് എന്നാണ് പറയുന്നത്. ആൻഡ് എനിവേ സമയത്തിനനുസരിച്ച് അല്ലേ നമ്മൾ കൂടുതൽ ബന്ധം സ്ട്രോങ് ആവുന്നു എന്നാണ് പറയുന്നത്. ആൻഡ് ഇവിടെ റെക്കഗ്നീഷൻ കാണുന്നുണ്ട്. ഡിവൈൻ വിൽ ഹെൽപ്പ് യു റെക്കഗ്നൈസ് സൈൻസ് ആൻഡ് മിറക്കിൾസ്. ഓക്കെ, നിങ്ങളോട് പറയുന്നത് യൂണിവേഴ്സ് നിങ്ങൾക്ക് സൈൻസ് കാണിച്ചു തരുന്നുണ്ടാവും. ഓരോ ഇവിടെ നമ്മൾ സൈൻ കാണുക എന്ന് പറയുമ്പോൾ നിങ്ങൾ അതിലങ്ങനെ പിടിച്ചിട്ട് ഞാൻ ആ പേഴ്സണുമായിട്ട് യൂണിയൻ ഉണ്ടാവും എന്ന രീതിക്ക് ചിന്തിക്കാതിരിക്കാം. ഓക്കെ, ഒരു ബന്ധത്തിൽ നിങ്ങൾക്ക് ചില കാര്യങ്ങൾ മനസ്സിലാക്കാനുണ്ടാവും. ഇത് എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാമെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. യൂണിയൻ എന്ന് പറയുമ്പോൾ അത് ഓരോരുത്തർക്കും ഓരോ രീതിയിലായിരിക്കും. ആ റിയാലിറ്റി നിങ്ങൾ മനസ്സിലാക്കുക എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. ഓക്കെ, അതൊന്ന് നിങ്ങൾ ആലോചിക്കുക. കാരണം എല്ലാവരും അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, ബട്ട് കുറച്ച് പേർക്ക് നിങ്ങൾക്ക് പോസിബിൾ ആണോ ഒരു മാരേജ്, യൂണിയൻ ഏത് രീതിയിലായിരിക്കും നിങ്ങൾക്ക് പോസിബിൾ, അത് ആലോചിച്ച് നിങ്ങൾ മനസ്സിലാക്കാം. ഓക്കെ, സോ ഡിവൈൻ വിൽ ഹെൽപ്പ് യു എന്നുള്ളതുണ്ട്. ഡിവൈൻ നിങ്ങളുടെ കൂടെ ഉണ്ട്. ഓക്കെ, നിങ്ങളുടെ കൂടെ തന്നെയാണ്. ആൻഡ് ഇവിടെ ട്രസ്റ്റ് കാണുന്നുണ്ട്. യു നീഡ് ടു ഹാവ് ട്രസ്റ്റ് ഇൻ എ റിലേഷൻഷിപ്പ് ഇൻ ഓർഡർ ഫോർ ഇറ്റ് ടു ഫ്ലറിഷ്. ഓക്കെ, നിങ്ങൾ തമ്മിൽ മേ ബി ട്രസ്റ്റ് ഇഷ്യൂസ് വന്ന് കാണാം. നിങ്ങൾക്ക് പരസ്പരം ട്രസ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാവും. ഐ തിങ്ക് ഞാൻ നേരത്തെ എന്തോ പറഞ്ഞു ആ പേഴ്സൺ നിങ്ങളെ ചതിക്കണം എന്നുള്ള രീതിയിലുള്ള ചിന്തയൊന്നുമില്ല. ഓക്കെ, അവർക്ക് നിങ്ങളോട് ശരിക്കും ന്യായം, ഒരു ആത്മാർത്ഥമായ സ്നേഹം തന്നെയാണ് കാണുന്നത്. നിങ്ങൾക്ക് ട്രസ്റ്റ് ചെയ്യാം എന്നാണ്. ആൻഡ് ഇവിടെ റീകിൻഡൽ കാണുന്നുണ്ട്. എവറി റിലേഷൻഷിപ്പ് ഹാസ് മാജിക്കൽ മൊമെന്റ്സ് ദാറ്റ് ക്യാൻ ബി റീകിൻഡൽ. നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നു, പ്രോബ്ലം വന്നു എന്നുണ്ടെങ്കിൽ വീണ്ടും അത് റീസ്റ്റാർട്ട് എന്ന രീതിക്ക് കാണുന്നുണ്ട്. ഓക്കെ, വീണ്ടും നിങ്ങൾ തമ്മിൽ ഒരു പഴയ പോലെ കുറച്ചുകൂടെ അടുപ്പങ്ങൾ കാര്യങ്ങളൊക്കെ വരുന്ന രീതിക്കുണ്ട്. ഒബ്സ്റ്റക്കിൾസ് ഉണ്ട് തീർച്ചയായിട്ടും. ലുക്ക് ഫോർ വേസ് അറൗണ്ട് ദ ഒബ്സ്റ്റക്കിൾസ് ടു ഫൈൻഡ് ഹാപ്പിനെസ്. ഓക്കെ, നിങ്ങളുടെ ഇടയിൽ തടസ്സങ്ങളുണ്ട്. ഓക്കെ, അതിപ്പോൾ ഫാമിലി ആയിരിക്കാം, വേറെ വർക്കായിരിക്കാം, ജോലി ബിസി ആയിരിക്കാം, വേറെ എന്തെങ്കിലും കാര്യങ്ങളായിരിക്കാം. സോ എന്ത് തന്നെയായാലും അതിൻ്റെയൊക്കെ ഇടയിലും നിങ്ങൾക്ക് സമയം കണ്ടെത്താൻ, നിങ്ങൾ അതിൻ്റെ ഉള്ളിലും നിങ്ങൾക്ക് സന്തോഷങ്ങൾ കണ്ടെത്താൻ പറ്റും എന്നാണ് പറയുന്നത്. ഒബ്സ്റ്റക്കിൾസ് ഉണ്ട്, പക്ഷേ അതിൻ്റെ ഇടയിലും നിങ്ങൾക്ക് സന്തോഷങ്ങളുണ്ട് എന്നാണ് പറയുന്നത്. ഗിൽട്ട് കാണുന്നുണ്ട്. ഡോണ്ട് ലെറ്റ് ഗിൽട്ട് ഗെറ്റ് ഇൻ ദ വേ ഓഫ് ഹാപ്പിനെസ്. ഓക്കെ, ഇവിടെ മേ ബി കുറ്റബോധങ്ങൾ ഉണ്ടാവാം, അവരുടെ ഉള്ളിലായിരിക്കാം, നിങ്ങളുടെ ഉള്ളിലായിരിക്കാം. സോ കുറ്റബോധം ഉണ്ടെങ്കിൽ തന്നെ, ആൻഡ് ജസ്റ്റിസിൻ്റെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. സോ എവിടെയോ ഒരു നമ്മൾ ചെയ്യുന്ന ന്യായമാണോ ശരിയാണോ എന്നുള്ള ചിന്തകളൊക്കെ ചിലപ്പോൾ ഒരു കുറ്റബോധമൊക്കെ ഉണ്ടാക്കുന്നുണ്ടാവും പേഴ്സൻ്റെ ഉള്ളിലോ അല്ലെങ്കിൽ നിങ്ങളുടെ ഉള്ളിലോ ഒക്കെ. സോ അത് നിങ്ങളുടെ ഇടയിൽ വരണ്ട എന്ന് പറയുന്നുണ്ട്. ഗിൽട്ട് തോന്നേണ്ട ആവശ്യമില്ല എന്ന് പറയുന്നുണ്ട്. സോ ഐ ഡോണ്ട് നോ. ഓക്കെ, നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ച് മനസ്സിലാക്കാം. എനിവേ ഇതിവിടെ നിങ്ങൾ തമ്മിലുള്ള, ഞാൻ പറഞ്ഞു റിലേഷൻഷിപ്പ്, യെസ് അവർക്കും നിങ്ങളോട് തന്നെ വളരെയധികം ആ ഒരു സ്നേഹം എന്ന രീതിക്ക് തന്നെയാണ് കണ്ടത്. പക്ഷേ തടസ്സങ്ങളുണ്ട് എന്നുള്ളതും ഒരു സത്യമാണ്. ഓക്കെ, സോ അത് മനസ്സിലാക്കി നിങ്ങൾ മുന്നോട്ട് പോവാം. ഓക്കെ, എനിവേ എല്ലാവർക്കും നല്ലൊരു ദിവസമായിരിക്കട്ടെ. നന്ദി, നമസ്കാരം.